ഹായ് ഗൈസ്, പാറൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോണേ. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട ഒരു മാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആ മാങ്ങ ഞങ്ങളവിടെ പറയുന്നത് കടുമാങ്ങ എന്നാണ്. നിങ്ങളവിടെ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം വീഡിയോയിലേക്ക് പോവാം. കടുമാങ്ങയിലേക്ക് വേണ്ട സാധനങ്ങളാണ് 2 പച്ചമാങ്ങ മുറിച്ചത്, പിന്നെ ശർക്കര, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ചട്ടിയിലുള്ള പച്ചമാങ്ങയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ശർക്കരയും ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഈ ചട്ടിയിലേക്ക് ഇടുക. അതിന് ശേഷം ഇത് വേവിക്കുക. പിന്നെ ഞാൻ 7ാം ക്ലാസ്സിനാണ് പഠിക്കുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് ബോറടിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ എടുക്കാൻ വിചാരിച്ചു. ഈ മാങ്ങ കുറച്ച് റെഡി ആയിക്കണം, ഏകദേശം റെഡി ആയിക്കണം. ഇനി അരിപ്പൊടിയും ഈ അരിപ്പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഒലിവയും പാടെ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ എന്നിട്ട് നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം അയക്കണേ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഓഫ് ചെയ്യാം. കടുമാങ്ങ ഇത് അങ്ങനെ റെഡിയായി. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റുന്നതിൻ്റെ മുമ്പ് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതങ്ങനെ റെഡിയായി, നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഇതൊക്കെ റെഡിയായി. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. അതിന് കുറച്ച് കടുമാങ്ങ എടുക്കുക, പിന്നെ എടുക്കുക. നമുക്ക് കഴിച്ച് നോക്കാം. സൂപ്പർ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് കിളികളൊച്ചൊക്കെ കേട്ടപ്പോൾ ഞാൻ മുറ്റത്തോട്ട് വന്നു. പിന്നെ ഇവിടെ നല്ല മഴക്കാറൊക്കെ ഉണ്ട്. ഞാൻ മെല്ലെ നടക്കാനൊക്കെ ഇറങ്ങിയതാണ്. ഇങ്ങനെ മെല്ലെ നടക്കാനൊക്കെ ഇറങ്ങി. പിന്നെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ നടക്കുക. അച്ഛൻ ഇപ്പോൾ ജോലി കഴിഞ്ഞ് എത്തും. ഇതാണ് ഞങ്ങളുടെ റോഡ്. ഞങ്ങളിങ്ങനെ നടക്കാൻ. പിന്നെ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ റോഡ്. അപ്പം ബൈ.